അദ്ദേഹത്തിൻ്റെ ഓവർ കോൺഫിഡൻസ് ആയിരിക്കണം. കാര്യം ഇതൊരിക്കലും രണ്ടാമതൊരു അന്വേഷണത്തിലെത്തില്ല എന്ന് അദ്ദേഹം ധരിച്ചിരിക്കണം. ട്രയലിന് മുമ്പ് റിസീവ്ഡ് എന്ന് എഴുതി ഒപ്പിട്ട് ഡേറ്റും വെച്ച് ഒപ്പിട്ട് വാങ്ങുകയും ഉദ്ദേശം 4 മാസങ്ങൾക്ക് ശേഷം ഇത് തിരിച്ചു കൊണ്ടുപോയി റിട്ടേൺഡ് എന്ന് എഴുതി ഒപ്പിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് വാങ്ങുന്ന സമയം ഒരു അഭിഭാഷകനായ പ്രതിക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് നല്ല അറിവുണ്ടാവണം. ഏതെങ്കിലും ഒരു ബെഞ്ച് ക്ലർക്ക് അല്ലെങ്കിൽ തൊണ്ടി ക്ലർക്ക് ഇത് വിട്ടുകൊടുക്കൂ. അതിലൊരു ക്വിഡ് പ്രോക്കോ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ ഇങ്ങനെ ഇതിൻ്റെ പുറകിൽ തൂങ്ങി നിന്ന് ഇത് റിലൻലെസ് ആയിട്ട് ഇത് ചെയ്യുമെന്നോ, സെൻകുമാറിന് സാറിനെ പോലെ ഒരാൾ ഇതിൻ്റെ പിന്നിൽ നിൽക്കുമെന്നോ, അനിൽ ഇമാനുവലിനെ പോലുള്ള ഒരാൾ ഈ കേസിനെ വീണ്ടും പൊക്കിക്കൊണ്ട് വരുമെന്നോ ഒന്നും അന്ന് അദ്ദേഹത്തിന് ചിന്തിക്കാൻ ആയി കാണില്ല. ഏത് കുറ്റകൃത്യത്തിലും ഈ ചെയ്യുന്നവരെ ഒരു തെളിവ് അവശേഷിപ്പിച്ചിരിക്കുമെന്നൊരു പൊതു തത്വം പറയാറുണ്ടല്ലോ. ഇവിടെ പക്ഷെ അത് ഏറ്റവും പ്രകടമായിട്ട് തോന്നിയത് ഇത്ര വലിയൊരു ക്രിമിനൽ കുറ്റം ചെയ്ത ശേഷം ആ പ്രതി സ്വന്തം കൈയക്ഷരത്തിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഒന്നല്ല 2 തവണ റിസീവ്ഡ്, ഈ അടിവസ്ത്രം തിരിമറി നടത്താൻ എടുത്തുകൊണ്ട് പോകുമ്പോൾ റിസീവ്ഡ് എന്നും പിന്നീട് തിരിച്ചുകൊണ്ട് വെക്കുമ്പോൾ റിട്ടേൺഡ് എന്നും എഴുതി വെച്ചിരിക്കുന്നു. ഇത് ഭയങ്കര കൗതുകവും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. എന്താ അങ്ങനെ എഴുതി വെക്കേണ്ട സാഹചര്യം ഉണ്ടായതെന്നുള്ളത് സാറിന് ഈ കാലത്തിനിടെ എപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? അനിൽ പറഞ്ഞ പോലെ ശരിക്കും അതിശയമായിരുന്നു. ശരിക്കും ഇത് എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നുള്ളത്. കാര്യം ഈ പറഞ്ഞ പോലെ തെളിവ് അവശേഷിപ്പിക്കുന്ന ഒരു അഡ്വക്കേറ്റായ അദ്ദേഹത്തിന് അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നറിയുമല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഓവർ കോൺഫിഡൻസ് ആയിരിക്കണം. കാര്യം ഇതൊരിക്കലും രണ്ടാമതൊരു അന്വേഷണത്തിലെത്തില്ല എന്ന് അദ്ദേഹം ധരിച്ചിരിക്കണം. ഇതൊരിക്കലും ഞാൻ ഇങ്ങനെ ഇതിൻ്റെ പുറകിൽ തൂങ്ങി നിന്ന് ഇത് റിലൻലെസ് ആയിട്ട് ഇത് ചെയ്യുമെന്നോ, സെൻകുമാറിന് സാറിനെ പോലെ ഒരാൾ ഇതിൻ്റെ പിന്നിൽ നിൽക്കുമെന്നോ, അനിൽ ഇമാനുവലിനെ പോലുള്ള ഒരാൾ ഈ കേസിനെ വീണ്ടും പൊക്കിക്കൊണ്ട് വരുമെന്നോ ഒന്നും അന്ന് അദ്ദേഹത്തിന് ചിന്തിക്കാൻ ആയി കാണില്ല. അപ്പോൾ ആ ഒരു ഓവർ കോൺഫിഡൻസ്, ഞാനൊരു യങ് ഓഫീസർ, ഞാൻ മിക്കവാറും ഇത് പോകുന്നതോടെ ഞാനങ്ങ് കളയും, അങ്ങനെ കളഞ്ഞ പല ഉദ്യോഗസ്ഥരെയും അവർ കണ്ടിരിക്കാം. അതിന് സാധ്യത കൂടുതലാണ്. അതായിരിക്കണം അവരെ നയിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തും ചെയ്യാമല്ലോ, അങ്ങനെ ചെയ്തതായിരിക്കണം. പക്ഷേ അത് ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച മറ്റൊരു ഘടകം ഞാൻ ആലോചിക്കുമ്പോൾ, ഇതിലെ 1-ാം പ്രതി മിക്കവാറും അദ്ദേഹത്തോട് പറഞ്ഞു കാണും, ഞാൻ സാധനം തരാം, പക്ഷേ ഇത് ഒപ്പിട്ട് തന്നാലേ ഞാൻ സാധനം തരത്തുള്ളൂ, ഒപ്പിട്ട് വാങ്ങണം എന്ന് ഇൻസിസ്റ്റ് ചെയ്ത് കാണും. അയാളെക്കുറിച്ച് കേട്ടിട്ടുള്ളത് വളരെ കൃത്യതയുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണ്, അഴിമതിക്കാരനല്ല എന്നൊക്കെയാണ് പൊതുവിൽ പറയുന്നത്. ഏതായാലും ഒരു കാര്യം സാർ പറഞ്ഞതുപോലെ അയാൾ ഇൻസിസ്റ്റ് ചെയ്ത് കാണും. അതെ, അദ്ദേഹത്തെ പറ്റി എനിക്ക് വേറെ കാര്യമായിട്ട് അറിയില്ല. അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്. കോടതി ജീവനക്കാർക്കിടെ വലിയ അഭിപ്രായ ബഹുമാനമൊക്കെ ഉള്ള അങ്ങനെയുണ്ടല്ലേ. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് അത്രയ്ക്ക് അറിയില്ല. പക്ഷേ എങ്കിലും ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ഇദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്തിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ തോന്നിയതുമില്ല. പക്ഷേ എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം എത്ര സ്ട്രെയിറ്റ് ഫോർവേഡാണെന്ന് പറയുമെങ്കിലും നമ്മുടെ ഇതിൽ പറയുന്ന, അതായത് നമ്മുടെ ആ കൺഫെഷൻ, അവിടെ നിന്ന് വന്ന കൺഫെഷനിൽ ക്ലർക്ക് ഓഫ് കോർട്സ് ബ്രൈബ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഈ സാധാരണഗതിയിലാണെങ്കിൽ ഏതെങ്കിലും ഒരു ബെഞ്ച് ക്ലർക്ക് അല്ലെങ്കിൽ തൊണ്ടി ക്ലർക്ക് ഇത് വിട്ടുകൊടുക്കുമോ? അതിലൊരു ക്വിഡ് പ്രോക്കോ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ താങ്കൾ അതെ, എനിക്ക് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ എനിക്ക് ഇങ്ങനെ പറഞ്ഞ് മോശക്കാരനാക്കാനൊന്നും എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. ഞാനങ്ങനെ ചെയ്യത്തുമില്ല. എനിക്ക് ഇത് വിശ്വസിക്കാൻ വളരെ പ്രയാസമുണ്ട്, വളരെ ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഈ 2 സാഹചര്യങ്ങൾ വെച്ചിട്ട്, ഈ 2 സാഹചര്യങ്ങളിൽ ഒരു കാരണവശാലും ഒരു സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനും ഇത് പ്രതിഭാഗത്തിന് ഈ പ്രത്യേകം സൂക്ഷിച്ചിരിക്കുന്ന ഈ MO എടുത്ത് കൊടുക്കില്ല. അദ്ദേഹം ഒപ്പിട്ട് തന്നാൽ പോലും കൊടുക്കാൻ തയ്യാറാവില്ല. അപ്പോൾ അത് കൊടുത്തതെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുന്നു. അതിൽ കറപ്റ്റ് ഇൻറ്റൻറ്റ് ഉണ്ട്. അത് തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു കോടതികൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാദം, ഇവർ പ്രതിഭാഗം 2-ാം പ്രതിയുടെ അഭിഭാഷകൻ സുപ്രീം കേസ് വാഷ് ചെയ്യാൻ പോയപ്പോൾ സുപ്രീം കോടതിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇവിടെയും പലപ്പോഴായി സൂചന നൽകി പോകുന്നുണ്ടായിരുന്നു. അതായത് ഈ പ്രതി സ്വന്തം നിലയ്ക്ക് ചെയ്തതല്ല, അയാളുടെ സീനിയർ ആയിരുന്ന സെലിൻ വിൽഫ്രഡ്
ചെയ്യിച്ചതാണ് എന്നുള്ളത്. അത് പുറത്തുനിന്നും പലരും ഈ പ്രതിയുമായി അടുപ്പമുള്ളവരും അഭിഭാഷകരടക്കമുള്ളവരൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്. അതിന് എത്ര സാധ്യതയുണ്ടെന്ന് ഈ കാലത്ത് എപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് പോലും ഈ സംശയം ഉണ്ടായിട്ടുണ്ട്. സത്യം അതാണ്. കാര്യം ശ്രീമതി സെലിൻ വിൽഫ്രഡ് അറിയാതെ ഇദ്ദേഹം തനിയെ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. സെലിൻ വിൽഫ്രഡിനെ പോലെ ഒരു വളരെ ബോൾഡായ ഒരു സീനിയറിന്റെ കീഴിൽ നിൽക്കുമ്പോൾ അവർ പറയാതെ ഇത് ചെയ്യാനുള്ള സാധ്യത തുലവും കുറവാണ്. പക്ഷേ നമ്മളിവിടെ നോക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഞാൻ ആൻ്റണി രാജുവിന് എതിരെ മൊഴി കൊടുത്തു, എന്തുകൊണ്ട് അദ്ദേഹത്തെ സസ്പെക്റ്റ് ചെയ്തു? 2-3 കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, ശ്രീ ആൻ്റണി രാജു എന്നോട് ഈ കോടതിയിൽ വെച്ച് പറഞ്ഞ കാര്യം, ഇതിൽ ഞാനൊരു ബോംബ് വെച്ചിട്ടുണ്ട്, അത് ഈ ട്രയൽ കഴിയുന്നതോടെ പൊട്ടും, അതോടെ ഈ കേസ് ഷൂ എന്ന് പറഞ്ഞ് പോകും. ഈ കാര്യം അത് പറഞ്ഞ സെലിൻ വിൽഫ്രഡ് അല്ല. അതെ, അല്ല, അത് സെലിൻ വിൽഫ്രഡ് അല്ല. സെലിൻ വിൽഫ്രഡ് അങ്ങനത്തെ ഒരു കാര്യവും എന്നോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. 2, ഇതിന് ശേഷം ഈ തൊണ്ടി രജിസ്റ്ററിൽ ഇത് ട്രയലിന് മുമ്പ് റിസീവ്ഡ് എന്ന് എഴുതി ഒപ്പിട്ട് ഡേറ്റും വെച്ച് ഒപ്പിട്ട് വാങ്ങുകയും ഉദ്ദേശം 4 മാസങ്ങൾക്ക് ശേഷം ഇത് തിരിച്ചു കൊണ്ടുപോയി റിട്ടേൺഡ് എന്ന് എഴുതി ഒപ്പിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് വാങ്ങുന്ന സമയം ഒരു അഭിഭാഷകനായ പ്രതിക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് നല്ല അറിവുണ്ടാവണം. അതാര് പറഞ്ഞിട്ട് ചെയ്താലും, ആരെങ്ങനെ പറഞ്ഞിട്ട് ചെയ്താലും അത് തെറ്റായ ഇതാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതിൽ ഈ 2 കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഈ കേസിലെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് എനിക്ക് യാതൊരു സംശയവും ഇല്ലാതായി. അതേസമയം സെലിൻ വിൽഫ്രഡിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു സാഹചര്യം അതിലില്ലാത്തതുകൊണ്ട്, എന്തെങ്കിലും ഡോക്യുമെൻ്ററി എവിഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയറക്റ്റായിട്ട് എനിക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു ഇൻഫർമേഷനോ ഇല്ലാത്ത സാഹചര്യത്തിൽ അത്രയും സീനിയറായിട്ട് അത്രയും പ്രായമുള്ള ഒരു ലേഡിയെക്കുറിച്ച് എനിക്ക് ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ എനിക്ക് അവർക്കെതിരെ ശ്രീ ആൻ്റണി രാജുവിനെതിരെ റേസ് ചെയ്തതുപോലെ ഒരു സംശയം ഉണ്ടാകാത്ത നിലയിൽ അത് അവർക്കെതിരെ എന്തെങ്കിലും ഒരു ഹിയർസേ വെച്ചിട്ടോ അല്ലെങ്കിൽ എനിക്കുണ്ടായ ഒരു തോന്നൽ വെച്ചിട്ടോ അവർക്കെതിരെ ഞാനൊരു അഭിപ്രായം പറയുന്നു, അല്ലെങ്കിൽ അവർക്കെതിരെ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോലീസിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്, പ്രത്യേകിച്ച് അവരുടെ പ്രായം, അവരുടെ സർവീസ്, അവർക്ക് എത്രയോ വർഷത്തെ കോർട്ടിലെ സ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പരിഗണിച്ച് ഞാൻ അത്തരം കാര്യങ്ങൾ പറഞ്ഞില്ല. പക്ഷേ താങ്കൾ പറഞ്ഞത് ശരിയാണ്, എനിക്ക് ഡെഫിനറ്റായിട്ട് അവരുടെ ഇൻവോൾവ്മെൻറ്റിൽ സംശയമുണ്ട്. കാര്യം പോലീസിന് വേണ്ടിയും പല കേസുകളും നടത്തിയിട്ട് ഒഫീഷ്യലായിട്ടൊക്കെ നടത്തിയിട്ടുള്ള പോലീസിൻ്റെ ചില ജുഡീഷ്യൽ കമ്മീഷനുകൾക്ക് ഓഫീസേഴ്സിന് വേണ്ടി ഹാജരായിട്ടുള്ള അങ്ങനെയൊക്കെ അടുത്ത് പെരുമാറിയിരുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് അവരെ ഒഴിവാക്കി കൊടുത്തതാണ് എന്നാണ് പണ്ട് മുതലേ ആളുകൾ സംസാരിക്കുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ സാറി പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ അവർക്ക് എത്ര ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നാലും അതിനേക്കാളെല്ലാം അത് ഇൻവോൾവ്മെന്റ് രേഖാമൂലവും അല്ലാതെയും എല്ലാം ആന്റണി രാജുവിന് ഇതിലെ 2ാം പ്രതിക്ക് തന്നെ ഉണ്ട്. അതിന് തെളിവാണ് ഈ തൊണ്ട് രജിസ്റ്ററിലെ ഒപ്പുകളും പിന്നീട് താങ്കളോട് തന്നെ പറഞ്ഞിട്ടുള്ള വാചകങ്ങളും. തീർച്ചയായിട്ടും ഇത് ശ്രീ ആൻ്റണി രാജു ഇതിൽ അവശേഷിപ്പിച്ച പോലത്തെ തെളിവിൻ്റെ പകുതി തെളിവെങ്കിലും ശ്രീമതി സെലിൻ വിൽഫ്രഡ് അവശേഷിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരു കാരണവശാലും അത് കളയില്ലായിരുന്നു. ഞാൻ തീർച്ചയായിട്ടും അവർക്കെതിരെയും മൊഴി കൊടുത്തേനെ. പക്ഷേ നമ്മുടെ ബോധ്യങ്ങൾ, നമ്മുടെ സത്യം ആയിരിക്കണം നമ്മെ നയിക്കേണ്ടത്. അങ്ങനെ ഉണ്ടാകുന്ന ബോധ്യങ്ങളെ അല്ലാതെ നമ്മൾക്കുണ്ടാകുന്ന സംശയങ്ങളുടെ ബേസിസിൽ നമ്മളൊന്നിനും മുതിരരുതെന്നാണ് എനിക്ക് തോന്നുന്നത്.